വാട്സപ്പ് ഗായ്സ്, വീണ്ടും നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ തംബ്നെയിലും നമ്മുടെ ടാഗും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. WWE പറ്റി ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം ഗായ്സ്. WWE നമുക്കൊരു 2010 അല്ലെങ്കിൽ ഒരു 2000 തൊട്ട് നമുക്ക് 2010 കാലഘട്ടം വരെ നമുക്ക് എടുക്കാം. അതിൻ്റെ അകത്ത് നമുക്ക് അണ്ടർടേക്കർ, കെയ്ൻ, ട്രിപ്പിൾ എച്ച്, ഷോൺ മൈക്കിൾസ്, ജെഫ് ഹാർഡി, മാറ്റ് ഹാർഡി, ജോൺ സീന, റാൻഡി ഓർട്ടൺ, അതുപോലെ തന്നെ നമുക്ക് മറ്റേ നമ്മുടെ കുറച്ചും കൂടെ ബാക്കി പറഞ്ഞ എഡ്ജുണ്ട്. എഡ്ജിന് മുമ്പായിട്ട് നമുക്ക് റോക്ക് പറയാം. റോക്കിന് മുമ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോൺ കോൾഡ്, സ്റ്റീവ് ഓസ്റ്റിൻ, അതിന് മുമ്പ് കർട്ട് ആംഗിൾ, അങ്ങനെ ഒട്ടേറെ അനവധി എന്താ പറയുക ഒരു ലോഡ് കണക്കിന് WWE ലെജൻസ്, വളരെ പീക്ക് ലെജൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പല നമ്മുടെ ക്യാരക്ടേഴ്സിനെ. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു ലെജൻഡ് ലിസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ആ പഴയ ഒരു ലെജൻഡ് ലിസ്റ്റിൽ ഏറ്റവും അവസാനത്തെ അധ്യായമായ ഒരാളും കൂടെ പടിയിറങ്ങാൻ പോണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിയും കൂടെ പടിയിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദർ ഇസ് നോ മോർ. ഇറ്റ്സ് WWEയുടെ ആ ഒരു ലെജൻഡറി റൈസ് ഹിസ്റ്ററി. അത് വേറെ ആരുമല്ല, റാൻഡി ഓർട്ടനാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, അണ്ടർടേക്കർ 2020 റിട്ടയർ ആയത്. അതിനുശേഷം കെയ്ന് 2021 റിട്ടയർ ആയിട്ടുണ്ട്. നമ്മുടെ ട്രിപ്പിൾ എച്ചിൻ്റെ കാര്യം പറയുമ്പോഴേക്കും 2021 ട്രിപ്പിൾ എച്ചും റിട്ടയർ ആയിട്ടുണ്ട്. പിന്നെ HBK, ഷോൺ മൈക്കിൾസ് 2010 അതൊരു ലെജൻഡറി മാച്ചായിരുന്നു അണ്ടർടേക്കറുമായിട്ടുള്ളൊരു സ്ട്രീക്ക് വേഴ്സസ് കരിയർ എന്ന് പറയുന്നത്. അതായത് മാച്ചിലാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിലെന്തായിരുന്നു ഷോൺ മൈക്കിൾസിൻ്റെ അത് അന്ന് തന്നെ ഷോൺ മൈക്കിൾസ് റിട്ടയറായി. അതിനുശേഷം ജോൺ സീന ഈ വർഷം റിട്ടയറായി. അങ്ങനെ നോക്കുമ്പോഴേക്കും പിന്നെ റോക്കൊക്കെ ഇടയ്ക്ക് വരുമ്പോൾ എന്തായിരുന്നു, റോക്കും അവൻ്റെ പാട്ട് നോക്കിയപ്പോൾ റോക്ക് പോയി. അങ്ങനെ എല്ലാവരും കർട്ട് ആംഗിൾ പോയി, നമ്മുടെ സ്റ്റീവ് ഓസ്റ്റിൻ, സ്റ്റോൺ കോൾഡ് അവൻ പോയി, എഡ്ജ് 2020 തോന്നുന്നത്. പിന്നെ നമ്മുടെ CM പങ്ക് പോയി, പിന്നെ മറ്റേ നമ്മുടെ ജെഫ് ഹാർഡി പോയി. അങ്ങനെ ഒരു വലിയൊരു ഗ്യാങ് തന്നെ. പിന്നെ നമ്മുടെ റൈ മിസ്റ്റീരിയോ, ബറ്റീസ്റ്റ, എല്ലാവരും പോയി. നമ്മുടെ ആ OG ഗ്യാങ്ങിൽ എല്ലാവരും പോയി. ഇനിതാ ഇപ്പോൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ റാൻഡി ഓർട്ടനും കൂടെ ഉണ്ട്. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുഃഖകരമായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് റാൻഡി ഓർട്ടൺ ദ വൈപ്പർ എന്ന് വിളിക്കുന്നതാണ് നമ്മുടെ റാൻഡി ഓർട്ടനെ. ആ റാൻഡി ഓർട്ടൺ പോകാൻ പോവുകയാണ്. ഈ വർഷം അവസാനത്തെ മാച്ചാണെന്ന് തോന്നുന്നു. ഈ വർഷം ഡിസംബറിലാണ് റാൻഡി ഓർട്ടൻ്റെ അവസാന മാച്ച്. ആ ഡിസംബറിലൂടെ മിക്കവാറും നല്ല റാൻഡി ഓർട്ടന് പടിയിറങ്ങാൻ പോവാണ്. ഇതൊക്കെ ആലോചിക്കുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് എന്തോന്നേ WWE ഒരു ചുമ്മാ 2 അടി കൂട്ടണം അങ്ങനെ കൂടണം. പക്ഷെ അതൊരു നല്ലൊരു എന്താ പറയുക, ഇച്ചിരി ഓക്കെ, ഇറ്റ്സ് ഫേക്ക്. ഓക്കെ, ഞാൻ അംഗീകരിക്കുന്നു, ഇറ്റ്സ് എ ഫേക്ക്. ഓക്കെ, ഇതൊരു ഫേക്കായിട്ടുള്ള കാര്യമാണെങ്കിലും അതൊരു സ്റ്റോറിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറി. അവരിങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു, അവരിങ്ങനെ ചലഞ്ച് വിളിക്കുന്നു. അതിൽ നിന്ന് നല്ലൊരു കറക്റ്റ് സ്റ്റോറി ലൈനപ്പ് കൊണ്ടുവന്ന ഒരു എറയാണ് ആ ഒരു 2010 തൊട്ടുള്ള ആ 2000 തൊട്ട് 2010 എറ പോട്ടെ, ഒരു 2015 വരെ വയ്ക്കാം. ആ ഒരു ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ അത്ര മികച്ച ഒരു ടൈം ലൈനാണ്. അത്ര സ്റ്റോറിയും എൻഗേജിങ് ആയിട്ടുള്ളതും ഭയങ്കരമായിട്ടുള്ള ചലഞ്ചിങ്ങും വെല്ലുവിളിയും എൻ്റെ ഒപ്പം പലതരത്തിലുള്ള ഹെഡ് ടു ഹെഡ് മാച്ചസ്. അവരൊക്കെ അത്രയ്ക്ക് എന്താ പറയണ്ടേ, ഒരു ലെജൻഡറി ആൾക്കാർ എന്ന് പറയുക, ഒരു ലിവ് ഓൺ ചെയ്തൊരു എറയാണ്. അപ്പോൾ ആ എറയിൽ നിന്ന് വന്ന എല്ലാവരും പോയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വയസ്സായി ഇതാ റിട്ടയർ ആവുന്നുണ്ട്. റാൻഡി ഓർട്ടൺ കൂടെ പോകുമ്പോഴേക്കും പിന്നെ എന്താ പറയുക, എറ ഈസ് ക്ലോസ്ഡ് ഫോർ എവർ എന്താ പറയുക, ആ ഒരു എറ ഈസ് ഓവർ. എന്തായിരുന്നാലും അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്നായിരുന്നാലും വി ഹാവ് ടു മൂവ് ഓൺ. ഇനിയൊരു പുതിയൊരു അധ്യായത്തിലേക്ക് എന്ന് പറയാം നമ്മളൊന്ന് മൂവ് ഓൺ ചെയ്തേ പറ്റൂ. പക്ഷേ റാൻഡി ഓർട്ടൻ്റെ കൂടെ നടന്ന നമ്മുടെ കോഡി റോഡ്സ് ഇപ്പോഴും ഉണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കോഡി റോഡ്സും റാൻഡി ഓർട്ടനും പിന്നെ ടെഡ് ഡിബിയാസി ആണെന്ന് തോന്നുന്നു. അവന്മാരെല്ലാവരും ഒരു പണ്ട് നമ്മുടെ ലെഗസി ആണെന്ന് തോന്നുന്നു. ആ ലെഗസിയുടെ കൂട്ടിൽ നിന്ന ഗ്യാങ്ങാണ്. അതിൽ നമ്മുടെ ടെഡ് ഡിബിയാസി പോയി. അതിൽ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഡി റോഡ്സ് ഇപ്പോഴും എന്തായിരുന്നാലും ഉണ്ട്. പക്ഷേ കോഡി റോഡ്സ് ആ ടൈമിൽ ഒരു എന്താ പറയുക, ഒരു മേജറുള്ളതായിട്ടൊരു പീക്കായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവൻ ഭയങ്കര സംഭവമാണ്.
പക്ഷേ ആ ടൈമിൽ കോഡി റോഡ്സ് അത്രയും സെറ്റപ്പ് ആയിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണെങ്കിൽ കോഡി റോഡ്സ് കിടിലുമാണ്. പക്ഷേ അന്ന് റാൻഡി ഓർട്ടൺ കിടിലുമായിരുന്നു. എന്തായിരുന്നാലും റാൻഡി ഓർട്ടൺ പടിയിറങ്ങുന്നുണ്ട്, വിഷമമുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും അതൊരു വണ്ടർഫുൾ എറ തന്നെയാണ്. നമ്മുടെ ഒരു WWE ഒരു ലെജൻഡറി എറ തന്നെയാണ്. നമുക്ക് എന്ത് പറ്റാനും അങ്ങനെ വിളിക്കാൻ സാധിക്കും. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവർക്ക് നിങ്ങൾക്ക് അവർക്കും പീസ് ഔട്ട് ഗൈസ്, പീസ് ഔട്ട്.